ജനങ്ങളോട് ഇനി കേരളത്തെ നയിക്കാൻ പോകുന്നത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അവർ ഒരു സംശയവും കൂടാതെ ഒരു മടിയും കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് പറയുന്നു. ഇടതുപക്ഷം ഉറപ്പായും വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പറയുന്നു. അതിൻ്റെ കാരണം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഒന്നേ ഒന്ന് മാത്രം: ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുന്ന നേതാക്കന്മാരാണ് ഇടതുപക്ഷത്തിലുള്ളതെന്ന്. പിണറായിനെ പോലത്തെ ഒരാൾ ഒരു മനുഷ്യൻ ഇവിടെ കേരളത്തിലില്ല, ഇനി ജനിക്കുകയില്ല. മൂന്നാം ടൈം വരണമെന്നാണ് നമ്മളെ ആഗ്രഹം. പിന്നെ കനകേലു തന്ത്രങ്ങൾ ഇവിടെ പാറ്റിക്കൊണ്ടിരിക്കുക. കനകേലു തന്ത്രമാണ് ഇപ്പം കോൺഗ്രസ് പ്രധാനമായിട്ടും. നമ്മൾ 110 ജയിക്കും, 110 അത് ഒരു ആള് ജയിക്കുമോ? 110 ജയിക്കുമായിരിക്കും. കനകേലു പറയുന്നത്, കോൺഗ്രസ് പറയുന്നില്ല. അപ്പൊ 110 ജയിക്കുമായിരിക്കും. ആ ഒരു പ്രതീതി ഉണ്ടാക്കല് മാത്രമാണ്. ആ പ്രതീതി ഇവിടെ ജയിക്കാൻ പോകുന്നില്ല. കേരളത്തിൽ ഇടതുപക്ഷം വന്നാല് കൃത്യമായിട്ട് പെൻഷൻ ആയാലും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കട്ടെങ്കിൽ വീണ്ടും LDF തന്നെ അധികാരം. ഈ പ്രതികരണങ്ങളൊക്കെ സാധാരണക്കാരൻ്റെതാണ്. അതിലുപരി കൃത്യമായ രാഷ്ട്രീയ വിവരമുള്ള വ്യക്തികളുടേത്. 110 മുകളിൽ സീറ്റിൽ ലീഡിൽ വരുമെന്ന് പറയുന്ന കോൺഗ്രസിനോട് ആ സാധാരണക്കാർ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ തമ്മിലടി തീർന്നിട്ടല്ലേ ഈ സീറ്റ് പോലും തീരുമാനിക്കുള്ളൂ അല്ലേ എന്ന്. അപ്പോൾ ജനങ്ങൾക്ക് വിശ്വാസമാണ്, ഇടതുപക്ഷം വന്നാൽ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നാൽ ഉറപ്പായും ജനങ്ങൾക്കൊപ്പം കാണും. അത് പെൻഷൻ്റെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ, മറ്റുള്ള സഹായങ്ങളുടെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ, വിദ്യാർത്ഥികൾക്കൊപ്പം നല്ലൊരു ഭാവി പടുത്തുയർത്താനാണെങ്കിൽ അങ്ങനെ, സുസ്ഥിര വികസനത്തോടെയുള്ള കേരളത്തിൻ്റെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഈ സാധാരണക്കാർ പറയുന്നത് കോൺഗ്രസ്സുകാർ ചെയ്യുന്നത് പോലെ മാധ്യമങ്ങൾക്ക് കാശ് കൊടുത്ത് ഉണ്ടാക്കുന്നൊരു PR പണിയുടെ പ്രതികരണമല്ല നമ്മളാ കേട്ടത്. മറിച്ച് സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ നെഞ്ചിൽ കൈവച്ചു പറയുന്ന കൃത്യമായ വാക്കുകളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വരും. പിണറായി വിജയനെ പോലെ മറ്റാരുണ്ട് ആ ഒരു കസേരയിലിരിക്കാൻ യോഗ്യൻ? ഇത്തരം വാക്കുകൾ സത്യത്തിൽ നല്ലൊരു ഭാവി മുന്നിൽ കാണുന്ന ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണെന്ന് 100% ഉറപ്പാണ്. അപ്പോൾ ഇടതുപക്ഷം വീണ്ടും വരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തുടരുകയും ചെയ്യും. പിണറായിനെ പോലത്തെ ഒരാൾ ഒരു മനുഷ്യൻ ഇവിടെ കേരളത്തിലില്ല, ഇനി ജനിക്കുകയില്ല. മൂന്നാം ടൈം വരണമെന്നാണ് നമ്മളെ ആഗ്രഹം. പിന്നെ കനകേലു തന്ത്രങ്ങൾ ഇവിടെ പാറ്റിക്കൊണ്ടിരിക്കുക. കനകേലു തന്ത്രമാണ് ഇപ്പം കോൺഗ്രസ് പ്രധാനമായിട്ടും. നമ്മൾ 110 ജയിക്കും, 110 അത് ഒരു ആള് ജയിക്കുമോ? 110 ജയിക്കുമായിരിക്കും. കനകേലു പറയുന്നത്, കോൺഗ്രസ് പറയുന്നില്ല. അപ്പൊ 110 ജയിക്കുമായിരിക്കും. ആ ഒരു പ്രതീതി ഉണ്ടാക്കല് മാത്രമാണ്. ആ പ്രതീതി ഇവിടെ ജയിക്കാൻ പോകുന്നില്ല. കേരളത്തിൽ ഇടതുപക്ഷം വന്നാല് കൃത്യമായിട്ട് പെൻഷൻ ആയാലും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കട്ടെങ്കിൽ വീണ്ടും LDF തന്നെ അധികാരം.